ബേസ് മോഡൽ ആണ്. ബേസ് ആണ്. സിഗ്മ വേരിയന്റ് ആണ്. സിഗ്മ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അന്നേ പോരാത്തതിന് അഡീഷണൽ ഇവർ കമ്പനി ഒറിജിനൽ അലോയ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓട്ടം 50,000 കിലോമീറ്റർ. 50,000 പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ 50,000. വലിയൊരു ഓട്ടോ അല്ല. ക്ലെയിം ഉണ്ടെന്തെങ്കിലും? ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണല്ലേ? ഓക്കെ. നോർമലിലാണെങ്കിൽ ഒരു 11, 13 ആ റേഞ്ചാണ് മൈലേജ് ഉണ്ടാവുക. സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഒരു 15, 16 വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 40,000 കിലോമീറ്റർ. 40,000 വലിയ ഓട്ടോ അല്ല. ഒരു മൈലേജ് വെച്ചിട്ട് വലിയ ഓട്ടോ അല്ല. 40,000. അപ്പൊ ഇതിന്റെയൊക്കെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇനി മഴക്കാലം വരാൻ പോവാ അല്ലേ? നമുക്കൊന്ന് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കൊന്നും എടുത്ത് പോലും നടക്കൂല. അപ്പൊ എന്ന് വെച്ചാൽ കുറച്ച് മൈലേജിൽ നമ്മളൊരു ബുള്ളറ്റിനൊക്കെ ഒരു മൈലേജിൽ ഒരു കാറ് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? ലാസ്റ്റ് പ്രൈസ് 1.55 ആണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും കോഴിക്കോട് നല്ലളത്തുള്ള പോപ്പുലർ ട്രൂ വാല്യൂലേക്ക് വന്നിരിക്കുകയാണ്. അനീനയാണ് നമ്മുടെ കൂടെ. സ്വാഗതം. ഓക്കെ. അപ്പോൾ പോപ്പുലർ ട്രൂ വാല്യൂനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെടുക്കുന്ന വണ്ടികൾ ഇൻസ്പെക്ട് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് എടുക്കുന്ന വാഹനങ്ങളായിരിക്കും. അതിൽ തന്നെ വാറണ്ടി എല്ലാം ഇൻക്ലൂഡായി വരുന്ന വാഹനങ്ങളുണ്ടാവും അല്ലേ? ഓക്കെ. ഏകദേശം എത്ര സ്റ്റോക്ക് ഇപ്പോൾ നിലവിലുണ്ട് ഇവിടെ? ഇപ്പം ഇവിടെ ഒരു 80 സ്റ്റോക്കിന്റെ മുകളിൽ 80 വണ്ടിയുണ്ട്. അതിൽ എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ. മാരുതി മാത്രമല്ല, നോൺ മാരുതിയും എല്ലാ ബ്രാൻഡും വരുന്നുണ്ട് വാഹനങ്ങൾ. അപ്പോൾ പ്രൈസ് നല്ലൊരു അടിപൊളി പ്രൈസ് ആക്കി നമുക്ക് കൊടുക്കാം. നമ്മളിപ്പം ആസ്കിംഗ് പ്രൈസ് ആണ് പറയുന്നത്. അതിൽ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ആണ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത് നല്ലളത്ത് പവർ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് അല്ലേ ലൊക്കേഷൻ ഏകദേശം? ഓക്കെ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ഫോണുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോ വണ്ടിയായിട്ട് ഡീറ്റെയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരാളെ ഒരു തേർഡ് പാർട്ടിനെ കൊണ്ടുവന്ന് ഇൻസ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. അത്രയും ഇവർ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കാര്യമൊക്കെ നിങ്ങൾക്ക് തരും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ വീഡിയോയിലേക്ക്. നമ്മുടെ ആദ്യ വാഹനം മാരുതി സുസുക്കി തന്നെയാണ്. വിറ്റാര ബ്രസ KL 76 കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡലാണ്. VXI ഓപ്ഷണൽ ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലും 38,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തത്. ഓക്കെ. 21 വെറും 38,000 ഓടിയിട്ടുള്ളൂ. 5 വർഷം ആയിട്ടുണ്ട് അല്ലേ? 38,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. നിങ്ങളുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും? വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. എല്ലാം കിട്ടുന്നുണ്ട്. ഒരു റീപ്ലേസ്മെന്റും ഇല്ല? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. VXI ഓപ്ഷണലാണ്. മിറർ അഡ്ജസ്റ്റ്മെന്റ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. പിന്നെ ടയേഴ്സ് ഇപ്പോൾ മാറാനായിട്ടുണ്ട് അല്ലേ? ഏകദേശം അവർ ഓട്ടം പോയിട്ടുണ്ടല്ലോ. ഓക്കെ. എത്ര ചോദ്യം ഇപ്പോൾ? നമ്മൾ 795 ആണ് ആസ്ക് ചെയ്യുന്നത്. വിത്ത് വാറണ്ടിയാ? വാറണ്ടി. ഓക്കെ. 7,95,000 രൂപയാണ് ചോദ്യം. 21 VXI ഓപ്ഷണലാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. ലോ കിലോമീറ്റർ ബ്രസയാണ് വിത്ത് വാറണ്ടി. ഓക്കെ. ബ്രസ പെട്രോൾ മാനുവൽ മൈലേജ് ഏകദേശം ഒരു 11-15 റേഞ്ചൊക്കെ ഏകദേശം അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു ഡീസൽ ക്രോസ് ഓവർ സെഗ്മെന്റ് വാഹനമാണ്. മാരുതി സുസുക്കി S-Cross KL 12 വയനാട് രജിസ്ട്രേഷൻ വണ്ടി. ഡീസലുമാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. 18-20 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. ഏതാ മോഡൽ ഇത്? 2017 മോഡൽ ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓക്കെ. ഡെൽറ്റയിൽ തന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ വരും. പവർ വിൻഡോസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും അല്ലേ? 56,000 കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. പുഷ്പട്ട ഇല്ലല്ലോ? പുഷ്പട്ടനില്ല, ഉണ്ടാവില്ല. ഓക്കെ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസലിൽ സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ കിടക്കുന്ന നല്ലൊരു S-Cross ആണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കാം. മൈലേജിൽ ഡെയിലി കൊണ്ടു നടക്കാൻ പറ്റിയൊരു SUV ക്രോസ് ഓവർ സെഗ്മെന്റ് ആണ്. ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെയാണ് ഇതിന്റെ? 710 ആണ് ആസ്ക് ചെയ്യുന്നത്. 710. ഓക്കെ. 7,10,000 രൂപ ചോദ്യമാണ്. കുറച്ച് തരും. ഓക്കെ. കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. ഇതിന് ഇപ്പോൾ 9 വർഷമായില്ല. അപ്പോൾ വാറണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇതിന് വാറണ്ടി നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ചിലപ്പോൾ ഒരു മാസം കറക്റ്റ് നോക്കേണ്ടി വരും. ഓക്കെ. അടുത്ത വണ്ടി. അടുത്തത് ഒരു നോൺ മാരുതി എത്തിയിരിക്കുകയാണ്. ടൊയോട്ട അർബൻ ക്രൂസർ. പക്ഷെ നോൺ മാരുതി എന്ന് പറഞ്ഞു തരില്ല, മാരുതിന്റെ കുടുംബക്കാരൻ തന്നെയാണ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 മോഡലാണ്. ഹൈ വേരിയന്റ് ആണ് വരുന്നത്. പുഷ് ബട്ടണും എല്ലാം ഉണ്ട്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. ഓക്കെ. 22 മോഡലില് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. പെട്രോൾ മാനുവൽ. ഓക്കെ. എന്താ പറയാ, ബ്രസേനെ പോലെ തന്നെ മൈലേജ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൈലേജും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ മാർക്കറ്റ് വാല്യൂ എനിക്കൊന്ന് ബ്രസേനേക്കാൾ ഇതിനുണ്ട്, കുറച്ച് കൂടുതലാണ്. ഇറങ്ങുമ്പോഴും കൂടുതലാണ് വണ്ടിക്ക്. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓട്ടോ എത്ര പോയി? 81,000.
81,000. അത്യാവശ്യം ഓട്ടം പോയിട്ടുണ്ട് 22-ല്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? ഇത് 770 ആസ്കിംഗ് പ്രൈസ്. ചോദ്യമാണല്ലേ? ഓക്കെ, 7,70,000 ഫൈനൽ പ്രൈസ് അല്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും നെഗോസിയേഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ ലോൺ ഒരു 7 ലക്ഷം 7,15 വരെ കിട്ടും. നമുക്ക് മാക്സിമം ഫണ്ടിങ് കിട്ടും. 90% ലോണ് പാസ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് ടാറ്റ അൾട്രോസ് KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല വരിക. ഏതാ മോഡൽ ഇത്? 2020 മോഡൽ XT വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. XT എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ്, തേർഡ് ഓപ്ഷൻ. XE XM XT അങ്ങനെ വരിക. ഓക്കെ, ഇതിൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ല? മിറർ ഫോൾഡിംഗ് ഉണ്ട്. ഓക്കെ, എല്ലാം വരുന്നുണ്ട് ഫീച്ചേഴ്സ്. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. 21 അല്ല പറഞ്ഞ മോഡൽ? 20 മോഡൽ. സോറി 20. ഓക്കെ, ഓട്ടം 50,000 കിലോമീറ്റർ. 50,000 പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ 50,000. വലിയൊരു ഓട്ടം അല്ല. ക്ലെയിം ഉണ്ടെന്തെങ്കിലും? ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണല്ലേ? ഓക്കെ, പ്രീമിയം ഹാച്ച് ബാക്ക് ആണ്. മൈലേജ് കുറച്ച് കുറവായിരിക്കും. അൾട്രോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 11, 14 ആ റേഞ്ച് ഒക്കെ. അത്രയും വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, അപ്പോൾ നല്ലൊരു കുറ്റമുറപ്പുള്ള വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര ചോദ്യം ഇതിൻ്റെ ഇപ്പോൾ? 4,90,000. 4,90,000 XT 2020 മോഡൽ വണ്ടി. ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. ലോണ് ഒരു 4-4 കിട്ടും. നമുക്ക് എല്ലാ വണ്ടിയും മാക്സിമം ഫണ്ടിങ് ആണ്. ഓക്കെ, എന്തായാലും ഒരു 80% എന്തായാലും മേലെ കയറും അതിന്റെ മേലെ. ഓക്കെ, അടുത്തതാ ഗ്രാൻഡ് വിറ്റാര KL77 രജിസ്ട്രേഷൻ ആണ്. പേരാമ്പ്ര രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ല വണ്ടി തന്നെയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 38,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തത്. വലിയ ഓട്ടം അല്ല, നോർമൽ ഓട്ടം തന്നെ. ഒരു ക്ലെയിമോ ഇല്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ബേസ് മോഡൽ ആണ്. ബേസ് ആണ്. സിഗ്മ വേരിയന്റ് ആണ്. സിഗ്മ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അന്നേ പോരാത്തതിന് അഡീഷണൽ ഇവർ കമ്പനി ഒറിജിനൽ അലോയ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? അഡീഷണൽ അലോയ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിഫോഗർ എല്ലാം വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. റിവേഴ്സ് ക്യാമറയും എല്ലാം കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ കാര്യമായിട്ട് ഇനി ഒന്നുമില്ല ഫീച്ചേഴ്സ് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതന്നെ ഉള്ളൂ. പിന്നെ അത്യാവശ്യം മൈലേജ്. ഇത് സ്മാർട്ട് ഹൈബ്രിഡാ? സ്മാർട്ട് ഹൈബ്രിഡ്. മൈലേജ് ഉണ്ടാവും 14-17 ഒക്കെ ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര ഇതിന്റെ ചോദ്യം ഇപ്പോൾ? ഇതിന് 10 രൂപയാണ്. 10 ലക്ഷമാണ്. 10 ലക്ഷം. 10 ലക്ഷത്തിന് 22 മോഡൽ 38,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു സിംഗിൾ ഓണർഷിപ്പ് ഗ്രാൻഡ് വിറ്റാര നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 9-9.5 വരെയൊക്കെ, 9 ലക്ഷം എന്തായാലും ചാൻസ് ഉണ്ട് ലോൺ കിട്ടാൻ. പിന്നെ മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. വലിയ മെയിൻ്റനൻസ് ഇല്ലാണ്ട് കൊണ്ടുനടക്കുകയും ചെയ്യും അല്ലേ? അടുത്തത് മാരുതി സുസുക്കിയുടെ എക്കാലത്തെയും ഹിറ്റായ ഒരു സെഡാൻ കാറ്റഗറിയാണ്. KL18 രജിസ്ട്രേഷൻ വരുന്ന സിയാസ്. ഓക്കെ, വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഏതാ മോഡൽ ഇത്? 2022 മോഡൽ. 22. ഏതാ ഓപ്ഷൻ? ഇത് ആൽഫ ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. 22 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് അല്ല വരിക? സ്മാർട്ട് ഹൈബ്രിഡ്. അത്യാവശ്യം മൈലേജ് കിട്ടും. ടോർക്ക് കൺവേർട്ടർ ആണ് ഇതിന്റെ ഗിയർ ബോക്സ് വരിക. നിങ്ങൾ നോർമലിലാണെങ്കിൽ ഒരു 11-13 ആ റേഞ്ചാണ് മൈലേജ് ഉണ്ടാവുക. സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഒരു 15-16 വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടം എത്ര പോയിട്ടുണ്ട്? 40,000 കിലോമീറ്റർ. 40,000. വലിയ ഓട്ടമല്ല. ഒരു മൈലേജും വെച്ചിട്ട് വലിയ ഓട്ടമല്ല. 40,000. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ബോണറ്റ് റീപ്ലേസ് ആണ്. ബോണറ്റ് മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. മേജർ അടിയൊന്നുമല്ലോ? അപ്രോഡിലേക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, ബോണറ്റ് മാത്രം മാറിയിട്ട്. എത്രയാ ചോദ്യം ഇപ്പോൾ? ഇത് 7 ലക്ഷമാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ് അതിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഓക്കെ, 7 ലക്ഷം 2022 സ്മാർട്ട് ഹൈബ്രിഡ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് സിയാസ് ആണ്. സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനം. താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. മാക്സിമം ഓണറോ. അടുത്തത് മാരുതി സുസുക്കിയുടെ ബലേനോ ആണ്. KL53 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? 2020 മോഡൽ. ഡെൽറ്റ വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, ഡെൽറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. എല്ലാ ഫീച്ചേഴ്സും എല്ലാം ഉണ്ടാവും. പിന്നെ അലോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? ബാക്കി പ്രൊജക്ടർ ഹെഡ് ലാമ്പ് അടക്കമുള്ള ഫീച്ചേഴ്സ്, ഡിഫോഗർ എല്ലാം വരുന്നുണ്ട്. പവർ വിൻഡോസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. ഓട്ടോ എത്ര പോയി? ഇത് 69,000 കിലോമീറ്റർ. 69 21 മോഡലിൽ പോയിട്ടുണ്ട്. പിന്നെ മൈലേജ് ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. മാനുവൽ പെട്രോൾ മാനുവൽ. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എന്തെങ്കിലും ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഏത് വണ്ടിയിലായാലും ഹിസ്റ്ററി ഇവർ തരും കേട്ടോ. അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ പിന്നെ ചോദിക്കുന്നതല്ലേ, ക്ലെയിം ഇപ്പൊ തന്നെ അറിയാലോ നിങ്ങൾക്ക്, പിന്നെ ചോദിക്കണ്ടല്ലോ. എത്രയാ ചോദ്യം? ഇത് 5,95. 5,95,000 രൂപയ്ക്ക് 21 മോഡൽ
ഡെൽറ്റ ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം, പെട്രോൾ മാനുവൽ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. മാക്സിമം എന്തായാലും ലോണും കയറില്ലേ, ഒരു 5 lakhs എന്തായാലും കയറില്ലേ? മാക്സിമം ഫണ്ടിങ് എന്തായാലും വീണ്ടും മാരുതി തന്നെയാണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ KL65 രജിസ്ട്രേഷൻ. ഇപ്പം ഇറങ്ങുന്ന ഷേപ്പിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ് അല്ലേ? ഓക്കെ, തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ആണ്, മലപ്പുറം ജില്ല. ഏതാ മോഡല്? 2017 മോഡല്. 17 അല്ലേ? ഓക്കെ. VXI ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനം, AMT ഗിയർ ബോക്സ് ആണ് വരിക. മൈലേജ് ഒരു 13-16 റേഞ്ച് ഒക്കെ എന്തായാലും മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ, 13-16 അതിന്റെ മേലെ കിട്ടും. ഞാൻ പിന്നെ ഏകദേശം പറഞ്ഞതാണ്. മാനുവൽ ആണെങ്കിൽ തന്നെ ഇതിന് 18-19 ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലെയിം എന്തെങ്കിലും? ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. 50,000 കിലോമീറ്റർ ആണ്. 50,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, സിംഗിൾ ഓണർ കിടക്കുന്ന നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇതിലൊക്കെ സർവീസ് ഹിസ്റ്ററി ഉണ്ടല്ലോ? ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, നല്ലൊരു നീറ്റ് ഡിസയർ ആണ്. അപ്പോൾ ലോ കിലോമീറ്ററിൽ ഒരു സിംഗിൾ ഓണർഷിപ്പ് ഡിസയർ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടി. പിന്നെ കോമ്പാക്ട് സഡാനായതുകൊണ്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്ര കൊടുക്കാം നമുക്കിത്? ഇത് 550. 5,50,000 രൂപ. ഏകദേശം ഫൈനലാണോ അതോ? ഏകദേശം ഫൈനലാണ്, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. ഓക്കെ, 550-ന് 17 VXI ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഡിസയർ നിങ്ങൾക്ക് കൊടുക്കും. സിംഗിൾ ഓണർ വണ്ടി. 5 lakhs വരെ എന്തായാലും ലോണ് ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, വണ്ടിക്ക് കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അങ്ങനെ ടൊയോട്ട എത്തിയിരിക്കുകയാണ്. എറ്റിയോസ് ലിവ KL5 കോട്ടയം വണ്ടി. ഒറിജിനൽ കേരള വാഹനമാണ്, അതും പെട്രോൾ ലിവ. ഏതാ മോഡല്? 2015 മോഡല്. 15 മോഡല്. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇപ്പൊ കണ്ട ഓൾമോസ്റ്റ് വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ്. ഓൾമോസ്റ്റ് അല്ല, എല്ലാം തന്നെ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അപ്പൊ ഇതും സിംഗിൾ ഓണർ കിടക്കുന്ന ഒരു വാഹനമാണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? G വേരിയന്റ്. G ആണ്. ഓക്കെ, ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ് G. പിന്നെ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന നല്ലൊരു വണ്ടിയാണ്. കിലോമീറ്റർ 72,000. വലിയ ഓട്ടവും പോയിട്ടില്ല കേട്ടോ. 72,000. പെട്രോൾ ആയതുകൊണ്ട് മൈലേജ് ഒരു 11-15 ആ റേഞ്ചിൻ്റെ ഇടയ്ക്ക് മൈലേജ് കിട്ടും. പിന്നെന്താ, വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല. കുറഞ്ഞ ചിലവിൽ കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് അല്ലേ? കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി. പിന്നെ അഡീഷണലി CNG ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടുകയും ചെയ്യും, CNG ചെയ്യുന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ എത്ര കൊടുക്കുക? ഇത് 380. 3,80,000 റേറ്റ് ഫൈനലാണോ അതോ? ഇത് ഏകദേശം ഫൈനലാണ്. ഏകദേശം ഫൈനലാണ് അല്ലേ? 380 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന നല്ലൊരു ഡിവ. താല്പര്യമുണ്ട് വിളിച്ചോ. ഇതിന് കുറച്ച് ടച്ച് പോർക്ക് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ക്ലിയർ ആയി കൊടുക്കുമോ അതോ? നമ്മൾ കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നമ്മൾ ഇവിടുന്ന് ഡെലിവറി കൊടുക്കുന്നത് ഇന്റീരിയർ ക്ലീനും പോളിഷും എല്ലാം കഴിഞ്ഞിട്ടാണ് വണ്ടി ഡെലിവറി കൊടുക്കുന്നത്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ടോ ടൈല്? വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ചെറിയൊരു സെഗ്മെന്റ് വാഹനമാണ്. ഡാറ്റ്സന്റെ റെഡിഗോ KL18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. T വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം അല്ല? 17. 800 cc ആയിരം ഇത്? ഇത് 800 cc. 800. ഓക്കെ, മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. പിന്നെ ഡാറ്റ്സിന്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ, ഇനി സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിസാനിലാണ് പോവുക അല്ലേ? ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 70,000 കിലോമീറ്റർ ആണ്. 70,000. അപ്പൊ ഇതിന്റെ ഒക്കെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇനി മഴക്കാലം വരാൻ പോവാ അല്ലേ? നമുക്കൊന്ന് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കൊന്നും എടുത്ത് പോലും നടക്കില്ല. അപ്പൊ എന്ന് വെച്ചാൽ കുറച്ച് മൈലേജിൽ, നമ്മളൊരു ബുള്ളറ്റിനൊക്കെ ഒരു മൈലേജിൽ ഒരു കാറ് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒക്കെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? ലാസ്റ്റ് പ്രൈസ് 1,55 ആണ്. 1,55,000 രൂപയ്ക്ക് 2017 T ഓപ്ഷൻ റെഡിഗോ നിങ്ങൾക്ക് കൊണ്ടുപോകും. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. കിലോമീറ്റർ പറഞ്ഞില്ല? 70,000 കിലോമീറ്റർ. 70,000 ഓടിയ വണ്ടി. ഓക്കെ, അപ്പൊ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. മാക്സിമം ലോൺ സൗകര്യം കിട്ടാൻ ചാൻസ് ഉണ്ട്. ചെറിയ എമൗണ്ടിൽ ഒരു നല്ല കാർ അല്ലേ? അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം KL71 നിലമ്പൂർ രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഗണറാണ്. സംഭവം ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്, പക്ഷെ എല്ലാം കൂടി ഇപ്പോൾ വെയിലത്ത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. 1.2 ലിറ്ററിൽ ZXi ആണ് വേരിയന്റ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി. 1.2 ലിറ്റർ ആണ്. 1 ലിറ്റർ ഇറങ്ങുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 46,000. 46 ഇല്ലോട്ടല്ല. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന നല്ലൊരു വാഗണറാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാം. മാനുവൽ. ഓക്കെ, എത്രയാ ചോദ്യം? എത്ര? 570 ആണ് പ്രൈസ്. 5,70,000 രൂപയ്ക്ക് 22 ZXi 1.2 വാഗണറാണ്. വാഗണറിന്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്പെക്ക് എന്തായാലും നോക്കണം അല്ലേ? എവിടെ കമ്പയർ ചെയ്താലും ഈ സ്പെക്കും കൂടി നോക്കണം. 1.2 ZXi. ഓക്കെ, ഒരു 5 lakhs വരെ എന്തായാലും ലോൺ എന്തായാലും ചാൻസ് ഉണ്ട്. ഇതിൽ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ,
അപ്പോൾ നല്ലൊരു വണ്ടി നിങ്ങൾക്ക് നോക്കുന്നുണ്ട് എടുക്കാം. തൽക്കാലം നമ്മൾ നിർത്താണ്. അപ്പോൾ പോപ്പുലർ ട്രൂബാറിൻ്റെ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. അതേപോലെ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ വണ്ടി? നമ്മൾക്ക് അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ 5,000 to 10,000 വരെ വേർത്തുള്ള ആക്സസറീസ്, മാരുതിന്റെ ജെന്യൂൻ ആക്സസറീസ് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കും. മാരുതി വണ്ടികൾക്ക് അല്ല, എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നുണ്ട്. ശരി, എല്ലാ വണ്ടിന്റെ ആക്സസറീസ് മാരുതി ഉണ്ടാക്കുന്നുണ്ട്. അല്ല, നമുക്ക് അതിന് പറ്റിയതാണ്. അതായത് കാർ കെയർ കിറ്റ്, അങ്ങനത്തെ പെർഫ്യൂം കാര്യങ്ങൾ, ഡാഷ് ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.